ചാക്കോ കാളപ്പറമ്പിൽ സാർ നമ്മൾ ചേരുകയാണ്. സാർ നമസ്കാരം. വോട്ടെണ്ണൽ അതിൻ്റെ ക്ലൈമാക്സിലേക്ക് എത്തിയിരിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഏകദേശ ചിത്രങ്ങൾ നമ്മുടെ മുമ്പിൽ എത്തിയിരിക്കുന്നു. കേരളം കൈപിടിച്ച രീതിയിലേക്ക് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ കാണുന്നത്? തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് ജനവികാരത്തിന്റെ ഒരു പ്രതിഫലനമാണ്, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പല മേഖലകളിലും ജനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളെ അവർ പലപ്പോഴായി ഭരണ സംവിധാനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടും അതിന് വേണ്ട വിധത്തിലുള്ള പരിഹാരങ്ങൾ കാണുന്നതിൽ തക്ക സമയത്ത് സ്വീകാര്യമായ നടപടികൾ സ്വീകരിച്ചില്ല എന്നുള്ളതിന്റെ ഒരു പ്രതിഫലനം ഈ ഭരണവിരുദ്ധ വികാരം പോലെ ജനങ്ങളുടെ വികാരം ഈ ഇലക്ഷനിൽ പ്രതിഫലിച്ചു എന്ന് പറയാതിരിക്കാൻ വയ്യ. അത് മറ്റ് രണ്ട് മുന്നണികൾക്കും ഗുണകരമായി ഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഭരണവിരുദ്ധ വികാരത്തിന്റെ ഒരു പ്രതിഫലനമാണ് UDF അത്തരത്തിലുള്ള ഒരു വലിയ വിജയം സമ്മാനിക്കുന്നതും അതുപോലെ NDA അത്തരത്തിൽ വിജയിച്ചു നിൽക്കാനുള്ള കാരണവും. അപ്പൊ അത് ജനങ്ങൾ കാലാകാലങ്ങളായിട്ട് ആവശ്യപ്പെടുന്ന കാര്യങ്ങള്, അവരുടെ പ്രതിസന്ധികള്, പ്രതികൂല സാഹചര്യങ്ങള്, അതിനൊക്കെ വേണ്ട വിധത്തിൽ ചെവി കൊടുത്തിരുന്നെങ്കിൽ, വേണ്ട വിധത്തിൽ അതിന്റെ പരിഹാരങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടിരുന്നെങ്കിൽ, ഭരണ സംവിധാനങ്ങൾ വേണ്ട വിധത്തിൽ അത് കാര്യമായിട്ട് എടുത്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഈ ജനവികാരം തിരിച്ചൊഴുകുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇത് ഒരു ഭരണവിരുദ്ധ വികാരമായിട്ടേ പ്രത്യേകിച്ച് നമുക്ക് ഇതിനെ കാണാൻ കഴിയുള്ളൂ. അത് തന്നെയാണ് ജനങ്ങളുടെ പൊതുവികാരം. ജനങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ഭരണ സംവിധാനങ്ങൾ ചെവിക്കൊണ്ടില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ഏക മാർഗം എന്ന് പറയുന്നത് ഈ വോട്ടാണ്. ആ വോട്ടിലൂടെ അവർ പ്രതികരിക്കുമെന്നുള്ളതിനെ തെളിവായിട്ട് വേണം നമുക്കിതിനെ കാണാനായിട്ട്. തീർച്ചയായിട്ടും കേരളത്തിലെ ക്രൈസ്തവർ മുന്നോട്ട് വെച്ച കുറേ വിഷയങ്ങളുണ്ടായിരുന്നു ഈ ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായിട്ട്. JB കൊച്ചി കമ്മീഷൻ റിപ്പോർട്ടും അതുപോലെ തന്നെ വനമേഖലയിലും കർഷക മേഖലയിലും സാറടക്കം നിരവധി പേര് സമരരംഗത്ത് ഈ ഒരു കർഷകർക്ക് വേണ്ടിയും വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടൊക്കെ മുന്നോട്ട് നിന്നിരുന്നു. അത്തരത്തിൽ ആവർത്തിച്ചുള്ള പല ആവശ്യങ്ങളിലും കണ്ണടച്ച ഒരു സമീപനമായിരുന്നു. ആ ഒരു സമീപനത്തോടെ കൂടെ തന്നെയാണ് ഭരിക്കുന്ന പാർട്ടി ഈ ഒരു തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടത് തന്നെ. JB കൊച്ചി കമ്മീഷൻ റിപ്പോർട്ട് മന്ത്രിമാരുടെ ടേബിളിൽ ഇങ്ങനെ നിരങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അത് വെളിച്ചം കണ്ടിട്ടില്ല. ആവർത്തിച്ച് മെത്രാന്മാരുടെ ആവശ്യമായിരുന്നു. അത്തരത്തിൽ അതെല്ലാം കണ്ണടച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിൽ മറ്റൊന്നും പോലും ചെയ്യാതെ ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ച സർക്കാർ സംവിധാനം ഈ ഒരു കാര്യത്തിൽ പ്രത്യേകിച്ച് വനമേഖലയുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് താമരശ്ശേരി മേഖലയിൽ ആ ഒരു വനമേഖലയുമായി ബന്ധപ്പെട്ടെല്ലാം ഇത്തരത്തിലൊരു വിഷയത്തിൽ ജനവികാരം നന്നായി സർക്കാരിനെതിരെ നന്നായി വന്നിരുന്നു. തീർച്ചയായിട്ടും അതും ഞാൻ ഈ പറയുന്ന ജനങ്ങളുടെ വികാരത്തിന്റെ കാരണങ്ങളിൽ ചിലതാണ് താങ്കൾ സൂചിപ്പിച്ചത്. അത് ഒരുപക്ഷെ ക്രൈസ്തവ സമുദായത്തെ മാത്രം ബാധിക്കുന്ന വിഷയങ്ങളല്ല, മറിച്ച് പൊതുസമൂഹത്തെ ബാധിക്കുന്ന വിഷയങ്ങളാണ് അതിൽ പലതും. അത് ഒരു സ്വാഭാവികമായി പറയുകയാണെങ്കിൽ EWS സംവരണേതര വിഭാഗങ്ങൾക്കുള്ള സാമ്പത്തിക സംവരണം, ആ സാമ്പത്തിക സംവരണം ഇതിന്റെ പൂർണ്ണതയിൽ ഇവിടെ നടപ്പാക്കുന്നതിൽ പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നമുക്കറിയാം, അതിന്റെ സാമ്പത്തിക സംവരണേതര വിഭാഗങ്ങളിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുടെ സാമ്പത്തിക മാനദണ്ഡം സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടത് 8 ലക്ഷം രൂപയാണ്. അത് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ അത് 4 ലക്ഷം രൂപയാക്കി ചുരുക്കി. അതേസമയത്ത് ഇവിടുത്തെ OBC സംവരണത്തിന്റെ ക്രീമി ലെയർ സംവരണത്തിന്റെ ഈ പറയുന്ന അവരുടെ സാമ്പത്തിക നിലവാരം 8 ലക്ഷം എന്നുള്ളതാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് അത് ഈ സംവരണേതര വിഭാഗങ്ങളിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ഒരു തുല്യനീതിയില്ലാത്ത ഒരവസ്ഥ സംജാതമായത് എന്നുള്ളത് പലപ്പോഴും നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. അത് തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. ആ തരത്തിലുള്ള നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെയാണ് വനം വന്യജീവി വിഷയങ്ങൾ. വനനിയമത്തിന്റെ അമെന്റ്മെന്റ്, ഫോറസ്റ്റ് വെസ്റ്റിംഗ് ആൻഡ് അസൈൻമെന്റ് ആക്ട്, അതിന്റെ അമെന്റ്മെന്റ് നടത്തിയപ്പോൾ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിരുന്നു, ഒരു കാരണവശാലും പട്ടയ ഭൂമികൾ ഫോറസ്റ്റിൽ പിടിച്ചെടുക്കുവാൻ തക്ക വിധത്തിലുള്ള നിയമനിർമ്മാണങ്ങൾ സംസ്ഥാന സർക്കാർ നടത്തരുത് എന്ന്. അതിന്റെ പേരിൽ പലപ്പോഴും പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചിരുന്നു, സമരങ്ങളുണ്ടായിരുന്നു. പല സ്ഥലങ്ങളിലും പല പ്രാവശ്യവും കത്തോലിക്ക കോൺഗ്രസ് സംഘടിപ്പിച്ച ഈ കേരള യാത്രയിലടക്കം ശക്തമായി ഉന്നയിച്ച ആവശ്യങ്ങളൊന്നാണ്. അപ്പൊ അവിടെ പക്ഷെ അതിനെതിരായിട്ട് ജനങ്ങളുടെ വികാരങ്ങൾക്കെതിരായി സാധാരണക്കാരന്റെ ഭൂമി, അവന് മതിയായ രേഖകളുള്ള പട്ടയവും ആധാരവും ഒക്കെ അടക്കം മതിയായ രേഖകളുള്ള ഭൂമി പോലും വനപാലകർക്ക് ഭൂമി പിടിച്ചെടുക്കാനുള്ള
പിടിച്ചെടുക്കാതിരിക്കാനുള്ള മാനദണ്ഡമല്ല പട്ടയം എന്നൊക്കെ ഇവിടെ അമെന്റ്മെന്റ് കൊണ്ടുവന്നു. സംസ്ഥാന സർക്കാർ അമെന്റ്മെന്റ് കൊണ്ടുവന്നു 2022-23 കാലഘട്ടങ്ങളിൽ. അത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. വന്യജീവികൾക്ക് വനത്തിൽ ലഭിക്കുന്ന പരിരക്ഷയെങ്കിലും ജനങ്ങൾക്ക് അവരുടെ ആവാസ വ്യവസ്ഥയിൽ ലഭിക്കണമെന്ന് മാത്രമാണ് ആവശ്യപ്പെടുന്നത്. ഇതൊക്കെ സ്വാഭാവിക നീതിയാണ്. അതുപോലെ തന്നെയാണ് വന്യജീവി ആക്രമണങ്ങൾ. നിരന്തരം നേരിടുന്ന വന്യജീവി ആക്രമണങ്ങൾക്ക് കാര്യമായിട്ടുള്ള പരിഹാരം ഉണ്ടാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് പറയുമ്പോഴൊക്കെ അത് ചെവിക്കൊള്ളാതെ പോവുകയാണ്. മാറി മാറി വരുന്ന സർക്കാരുകൾ ചെവിക്കൊള്ളാതെ പോവുകയാണ്. ഇപ്പൊ കഴിഞ്ഞ 2 പ്രാവശ്യമേ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിനോടല്ലാതെ ആരോടാണ് നമ്മളിത് പറയുക? നിയമം കൊണ്ടുവന്നു എന്ന് പറയുന്നു, അല്ലെങ്കിൽ കേരളത്തിൽ കൊണ്ടുവന്ന നിയമം പോലും കേന്ദ്ര നിയമവുമായിട്ട് ഒത്തുപോകാത്ത വിധത്തില് കൺകറന്റ് ലിസ്റ്റിൽപ്പെടുന്ന നിയമങ്ങളിൽ നിയമനിർമ്മാണം നടത്തേണ്ട രീതിക്കനുസരിച്ച് നടത്താതെ പോയതുകൊണ്ട് അതിന് പ്രാബല്യമില്ലാതെ പോകുന്നു. അത് അംഗീകാരം ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാതെ പോകുന്നു. ഇതൊക്കെ ഒരുതരം കണ്ണിൽ പൊടികളാണെന്ന് ജനങ്ങൾ സംശയിച്ചു പോയാൽ തെറ്റ് പറയാൻ കഴിയില്ല. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന 80-20 സ്കോളർഷിപ്പുകളുടെ വിഷയം. ഹൈക്കോടതി പറഞ്ഞു 80-20 സ്കോളർഷിപ്പ് വിഹിതം മൈനോറിറ്റി സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്യുമ്പോൾ 80-20 അനുപാതത്തിൽ ഒരു സമുദായത്തിന് 80%, ബാക്കി 5 സമുദായങ്ങൾക്ക് 20% കൊടുക്കുന്ന രീതി ശരിയല്ല. അത് ജനസംഖ്യാനുപാതികമായി വിതരണം ചെയ്യണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടതാണ്. അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനെതിരെ സംസ്ഥാന സർക്കാർ അടക്കം സുപ്രീം കോടതിയെ സമീപിക്കുകയാണ്. അതായത് ഈ അനീതി തന്നെ ഇവിടെ നടപ്പാക്കി കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതി പറയുന്ന ഈ അനീതി ഇവിടെ നടപ്പാക്കി കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോടാണ് അത്തരത്തിൽ അവർക്ക് താല്പര്യം എന്നുള്ളത് ജനങ്ങൾ ചിന്തിക്കും. വഖഫ് നിയമത്തിന്റെ അമെന്റ്മെന്റും അതുപോലെ തന്നെയാണ്. ഇവിടുത്തെ ഭരണ പ്രതിപക്ഷങ്ങളടക്കം എല്ലാവരോടും ആവശ്യപ്പെട്ടതാണ് വഖഫ് നിയമം കാലാനുസൃതമായി പരിഷ്കരിക്കണം. അത് സാധാരണക്കാരുടെ ഭൂമി പിടിച്ചെടുക്കാനുള്ള നിയമമാകരുത്, മറിച്ച് അത് പരിഷ്കരിക്കേണ്ട വിധത്തിൽ പരിഷ്കരിക്കണം എന്നുള്ളത് പറഞ്ഞിട്ട് അത് നടപ്പാക്കുന്നതിലെ വീഴ്ചകൾ സംഭവിക്കുകയാണ്, അല്ലെങ്കിൽ അതിന് പലപ്പോഴും പ്രീണന രാഷ്ട്രീയം സംഭവിക്കുകയാണ്. അപ്പൊ ഈ ഇത്തരം വിഷയങ്ങൾ ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് 2.5 വർഷം കഴിഞ്ഞു, 3 വർഷമാകാറായി. ആ റിപ്പോർട്ട് ഒരു വെളിച്ചം കാണാത്ത വിധത്തില് അത് ഫയൽ തുടങ്ങിക്കഴിഞ്ഞൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിനെതിരെ നമ്മൾ എത്രമാത്രം ശബ്ദിച്ചു, എത്രമാത്രം നമ്മൾ കരയുന്നു ഭരണാധികാരികളുടെ അടുത്ത്. ജനാധിപത്യത്തിൽ ജനത്തിന്റെ അവകാശമാണ്. ഭരണാധികാരികൾ പബ്ലിക് സർവൻസ് ആണ്. ജനങ്ങൾക്ക് സേവനം ചെയ്യുന്ന സേവകരായിരിക്കണം അവർ അധികാരികളെ പോലെ അധികാരം തലയ്ക്ക് പിടിച്ചതുപോലെ പ്രവർത്തിക്കാൻ പാടില്ല. അത് തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ട് അത് ചെവിക്കൊള്ളാൻ തയ്യാറായില്ല. ജെ ബി കോശി കമ്മീഷൻ ഇന്നും വെളിച്ചം കാണാതെ കിടക്കുന്നു. നടപ്പാക്കാനുള്ള നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല. അപ്പൊ ഇത്തരത്തിൽ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളെ നമ്മൾ സമൂഹത്തിന്റെ മധ്യത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നാനാജാതി മതസ്ഥരെ ബാധിക്കുന്നതും ന്യൂനപക്ഷങ്ങളെ ബാധിക്കുന്നതും ക്രൈസ്തവ സമുദായത്തെ ബാധിക്കുന്നതുമായ പ്രശ്നങ്ങൾ വരുമ്പോൾ ആ പ്രശ്നങ്ങൾക്കെതിരെ പുറംതിരിഞ്ഞു നിന്നു കഴിഞ്ഞാൽ ജനങ്ങൾ സ്വാഭാവികമായിട്ടും അത് പ്രതിഫലിപ്പിക്കുന്നവരുടെ വികാരം പ്രതിഫലിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള ഇലക്ഷൻ സംവിധാനങ്ങളിലാണെന്ന് നമുക്ക് സ്വാഭാവികമായിട്ടും ചിന്തിക്കേണ്ടി വരും. അതിന്റെ പ്രതിഫലനമാണ് ഇപ്പൊ കാണുന്നത്. സ്വാഭാവികമായിട്ടും ഇത്തരം തിരുത്തലുകൾ ഉണ്ടാകുന്നില്ലെങ്കിൽ ഇത് ആവർത്തിക്കപ്പെടും. എത്രയും പെട്ടെന്ന് തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തി അവകാശപ്പെട്ട കാര്യങ്ങൾ നടപ്പിലാക്കി കൊടുത്ത് ജനങ്ങളെ പരിഗണിച്ച് പോകുന്ന ഒരു ഭരണ സംവിധാനത്തെ മാത്രമേ ജനങ്ങൾ അംഗീകരിക്കുള്ളൂ. അല്ലെങ്കിൽ ജനങ്ങൾ അതിനെതിരെ ഭരണവിരുദ്ധ വികാരം അല്ലെങ്കിൽ വിധി എഴുതുമെന്നുള്ളത് ഉറപ്പാണ്. അത് തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.